അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനാണ്. നമുക്ക് തേങ്ങാപ്പാലൊന്നും പിഴിയാതെ തേങ്ങ എടുക്കാതെ എങ്ങനെയാണ് കിണ്ണത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കപ്പ് ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കൈമ റൈസ്. അത് ഞാൻ 2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. അത് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി എടുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്കൊന്ന് അടിച്ചെടുക്കാം. ഇതാ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ 2-3 തവണ ഇതൊന്ന് അരിക്കണം. അരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് അരിക്കാനുള്ള ഈ തരിയൊന്ന് ഇറങ്ങാത്ത അരിപ്പിൽ, വേറെ അരിപ്പിൽ, ഇത് ജ്യൂസ് അരിപ്പാണ്, വേറൊരു അരിപ്പിൽ കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരിപ്പിലൊന്ന് അരിക്കാം. എപ്പോഴും നമ്മൾ കിണ്ണത്തപ്പത്തിന് അരി അരിക്കുമ്പം ഇതുപോലെ നല്ല നൈസായിട്ട് വരണം, അല്ലെങ്കിൽ കിണ്ണത്തപ്പം ശരിയായി വരില്ല. ഒരു തരി പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഇത് അരിച്ചെടുക്കാനുള്ളത്. കണ്ടോ, ഇതിനകത്ത് നല്ല തരിയുണ്ട് കണ്ടോ. ഇത് നമുക്ക് മാറ്റണം. കിണ്ണത്തപ്പത്തിൻ്റെ മാവ് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം. എത്ര വെള്ളം കൂട്ടുന്ന അത്രയും നല്ല സോഫ്റ്റായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണ ഫ്രഷ് ക്രീമാണ്. ഈ ഒരെണ്ണവും ഞാൻ ഇതിൽ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. വെള്ളമൊക്കെ ഇത്ര ചേർത്താൽ മതി. ഞാൻ വെറും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഞാൻ മുട്ടയുടെയും ഇതിൻ്റെയൊക്കെ ഇതാണ്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലാണ് കിണ്ണത്തപ്പം പുഴുങ്ങുന്നത്. ഇച്ചിരി നെയ്യിട്ട് കൊടുത്ത് നമുക്കൊന്ന് പാത്രത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഒരു 3/4 പാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് 2 എണ്ണത്തിനുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി തുറക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താന്ന്. ഒന്ന് കുത്തി നോക്കാം നമുക്ക്. നല്ല വെന്തിട്ടുണ്ട്. സൂപ്പർ കിണ്ണത്തപ്പം. നമുക്കത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. സൂപ്പർ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ജീരകം പൊടിച്ചതുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പമാണ്. സൂപ്പർ കിണ്ണത്തപ്പം. അടിപൊളിയാണ്. കണ്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.